അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇത്രയും കാലം എത്രയോ ഹറാമുകൾ കണ്ടാണ് നമ്മൾ ജീവിച്ചത്. എത്ര ഹറാമുകൾ ചിന്തിച്ചാണ്, സംസാരിച്ചാണ്, പ്രവർത്തിച്ചാണ് നമ്മൾ ഇന്നു വരെ ഇവിടെ എത്തിയത്. ഈ പരിശുദ്ധമായ ബറാഅത്തിന്റെ ദിവസത്തിൽ, ഈ രാവിൽ നമ്മളെ അള്ളാഹു എത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ റബ്ബിനോട് ശുക്ർ ചെയ്യണം. നമുക്ക് ആവശ്യമായ വായുവും വെള്ളവും ഒക്കെ നമുക്ക് റബ്ബ് നൽകിയില്ലേ? ആവശ്യമായ വളം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് റബ്ബ് എത്തിച്ചു തന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഒരു 3 യാസീൻ നമ്മൾ ഓതാൻ തയ്യാറെടുക്കണം. നമുക്ക് ഒരുപാട് കാലം ജീവിക്കണം. ജീവിക്കുന്ന കാലം മുഴുവനും അള്ളാഹുവിനെ തൃപ്തിയിലായി ജീവിക്കണം. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ഒന്നാമത്തെ യാസീൻ, നമുക്ക് ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെ ഒരാളെ മുന്നിൽ പോയും കൈ നീട്ടാൻ പാടില്ല. റബ്ബിൻ്റെ മുന്നിൽ നീട്ടുന്ന കൈ മറ്റൊരാളെ മുന്നിൽ നീട്ടാൻ ഇടവരരുത്. അതിനാണ് നമ്മൾ ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. അഥവാ റിസ്ഖിന് വേണ്ടി ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം വസ്തുക്കൾ വേണോ അതെല്ലാം റിസ്ഖിൽ പെട്ടു. അതിനു വേണ്ടിയാണ് ഒരു യാസീൻ. രണ്ടാമത്തത്, നമുക്ക് ദീർഘായുസ് ലഭിച്ചാൽ മാത്രം പോരാ, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. നമ്മളെ കൊണ്ട് മറ്റൊരാളോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ മക്കളോ, നമ്മുടെ മാതാപിതാക്കളോ, സഹോദരങ്ങളോ ഒരാളും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടരുത്. ഒന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കരുത്. എൻ്റെ വാപ്പിച്ചനെ കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ, എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ, എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ കുടുങ്ങി എടങ്ങേറായി പോയല്ലോ റബ്ബേ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു എന്നൊന്നും നമ്മുടെ ഭാര്യമാരോ, മക്കളോ, മാതാപിതാക്കളോ, സഹോദരങ്ങളോ ഒരാളും ചിന്തിക്കരുത്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ഇടങ്ങേറായി എന്നൊരാളും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ജീവിക്കുന്ന കാലം മുഴുവനും ആഫിയത്തോടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കണം. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണം. മൂന്നാമത്തെ യാസീൻ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. വെറുതെ മരിച്ചാൽ പോരാ. ഇത്രയും കാലം ഖുർആൻ ഓതി, ഇത്രയും കാലം നിസ്കരിച്ച്, ഇത്രയും കാലം നോമ്പ് നോറ്റ്, ഒരുപാട് സ്വതക്കകൾ ചെയ്ത്, ഒരുപാട് നന്മകൾ ചെയ്ത്, ഒരുപാട് പേർക്ക് സമാധാനം കൊടുത്ത് അവസാനം മരിക്കുമ്പോൾ ഒരു പെഗ്ഗടിച്ചിട്ട് മരിക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് വരരുത്. അവസാനം നമ്മൾ മരിക്കുമ്പോൾ ഒരാളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മോശമായ സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരണം സംഭവിക്കരുത്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. നല്ല നിലയിൽ ജീവിക്കണം. ജീവിക്കുന്ന കാലം മുഴുവനും അടിപൊളിയായി ജീവിക്കണം. അവസാനം മരിക്കുമ്പോഴോ നല്ല റാഹത്തിൽ VIP നമുക്ക് പോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ യാസീൻ ഓതുമ്പോൾ 120, 180 സ്പീഡിൽ പോകരുത്. ആത്മാർത്ഥമായി, സാവധാനത്തിൽ, റാഹത്തിൽ, നല്ല താളത്തിൽ, നല്ല മനസ്സോടെ വുളുവെടുത്ത് നല്ല നിലയിൽ ഇന്ന് മഗ്‌രിബിന് ശേഷം യാസീൻ ഓതണം. അങ്ങനെ ഓതുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഒരു 3 യാസീൻ ഓതാൻ ഏറിപ്പോയാൽ, നല്ല റാഹത്തിൽ ഓതാനാണെങ്കിൽ ഏറിപ്പോയ അരമണിക്കൂറല്ലേ വേണ്ടി വരുള്ളൂ. ആ അരമണിക്കൂർ ചിലവഴിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും സ്വർഗമാക്കാം. ഇത് ഞാൻ വെറുതെ പറയണല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് കിതാബുകളെ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ അർഹമായ രീതിയിൽ ഈ രാത്രിയെ, ഈ പകലിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.